ബോസ്, നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പറ, ഏതാ ബാസ്റ്റേഡ്? അത് അത് പിന്നെ ബോസ്, എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? ബോസ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു പയ്യനില്ലേ, ആ പയ്യൻ്റെ ബ്രദറിനെയാണ് നമ്മൾ ഇത്രയും നാളും തിരക്കി നടന്നത്. വാട്ട്? നോ, നോ വേ. അതിനൊരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കേ. ഇല്ല ബോസ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്ന ആളുടെ പേര് തേങ് എന്നാണ്. അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ടാങ്ങിൻ്റെ ബ്രദറാണ് അയാളെന്ന്. അത് കൺഫേം ആക്കിയതിന് ശേഷമാണ് ബോസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇല്ലതേ, അങ്ങനെ ആയിരിക്കില്ല ബോസ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാം എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ തയ്യാറായിക്കോണം. ഇല്ല ബോസ്, ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. ജിയാണ പഠിച്ച അതേ കോളേജിലെ പ്രൊഫസറായിരുന്നു ഈ തേയും. മതി, നിർത്ത്. ഓ ബോസ്, അത് പോവാനല്ലേ പറഞ്ഞത്? പോയല്ലാണോ? ഇല്ലതേ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് നിൻ്റെ ചേട്ടനായിരിക്കില്ല. ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് തേയാണ് വലുത്, അത് ജിയോണാണ് വലുത്? ഇല്ല, എനിക്ക് എൻ്റെ ജിയോണായ വലുത്, തേയല്ല വലുത്. അത് നിൻ്റെ ചേട്ടനാണെങ്കിൽ പിന്നെ നീയും അനുഭവിക്കും, നിൻ്റെ ചേട്ടനും അനുഭവിക്കും. നീ ഇവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നോ? ഇല്ല, എനിക്കെന്തോ ഹെഡ് പെയിൻ പോലെ. നിനക്ക് ഹെഡ് പെയിനോ? ഹെഡ് പെയിൻ ഉണ്ടാവേണ്ടത് എനിക്കല്ലേ. എന്തോ ചേച്ചി, നിങ്ങൾക്ക് ഹെഡ് പെയിൻ ആണെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ നിൻ്റെ ചേട്ടൻ ഇവിടേക്ക് വരേണ്ടി വരും. എന്തോന്ന് എൻ്റെ ചേട്ടനാ? എനിക്ക് ചേട്ടനുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിയാനാ? ആ ബാസ്റ്റേഡിന് എനിക്ക് അറിയാതിരിക്കും. അവൻ കാരണം എന്തൊരു ചേച്ചി? എന്താ എൻ്റെ ചേട്ടൻ എന്താ നിങ്ങൾ ചെയ്തത്? എന്ത് ചെയ്തെന്നാ? ആ ബാസ്റ്റേഡ് എന്താ ചെയ്തതെന്ന് അറിയുന്നതിന് മുമ്പേ നീ കുറേ പെയിൻ അനുഭവിക്കണം. എന്നാലേ 1 വർഷത്തിന് മുമ്പേ ഞാൻ അനുഭവിച്ച പെയിൻ നിൻ്റെ ചേട്ടനും അനുഭവിക്കും. ജെക്കെ, എന്തിനാണ് നീ കാണിക്കുന്നത്? പ്ലീസ് ജെക്കെ, പ്ലീസ് എന്നെ വെറുതെ വിട്. പ്ലീസ് ജെക്കെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ ചേട്ടൻ ഒരു റൂമിൽ പോലും നോച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾ എന്ത് ചെയ്തതായി പറയുന്നത്? പ്ലീസ് ജെക്കെ, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. എന്തൊന്ന് നിന്നെ വെറുതെ വിടാനാ? നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവണം അനുഭവിച്ച ആ വേദന അതെങ്ങനെ എൻ്റെ കൂടെ മറക്കാൻ പറ്റും? അതുകൊണ്ട് നീ അനുഭവിക്കണം. നീ മാത്രമല്ല, നിൻ്റെ ആ ബാസ്റ്റേഡായിട്ടുള്ള ചേട്ടനും നിൻ്റെ കുടുംബവും എല്ലാവരും അനുഭവിക്കണം. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. വേണ്ട ചെക്കെ, വേണ്ട പ്ലീസ്. നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നീ എൻ്റെ അടുത്ത് തീർത്തോ. അല്ലാതെ എൻ്റെ വീട്ടുകാരൊന്നും ചെയ്യരുത് പ്ലീസ്. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് ചേക്കെ, പ്ലീസ്. നീക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ കൊന്നോ, എന്നാലും വേണ്ടില്ല. അവരെ നീ ഒന്നും ചെയ്യരുത് പ്ലീസ് ചേക്കെ. കൊല്ലാതെ കൊല്ലും എല്ലാത്തിനെയും. നീയാ തുടക്കം. നിന്നെ ഞാൻ അത്രയും പെട്ടെന്നൊന്നും കൊല്ലില്ല. ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലത്തുള്ളൂ. അതിനു മുമ്പേ അവനിവിടെ വരണം. നിൻ്റെ ചേട്ടൻ ഇവിടെ വരണം. ചേക്കെ, ഞാൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ നന്നായിട്ട് വേദന അനുഭവിച്ചെന്നെ കര. നീ അനുഭവിക്കുന്ന ഓരോ വേദന ഉണ്ടല്ലോ, ആ വേദനയിലുണ്ടാകുന്ന നിൻ്റെ കരച്ചില്ലേ, അതിൻ്റെ ഓരോ മൊമെൻറ്റ്സ് അതെനിക്ക് എത്രത്തോളം ഹാപ്പിനെസ് തരുന്നുണ്ടെന്ന് നിനക്കറിയോ? നീ കര. ചേക്കെ പ്ലീസ് എന്നെ വിട്ടേക്ക് ചേക്കെ, പ്ലീസ്. നിന്നെ വിട്ടേക്കാനാ? അങ്ങനെ തന്നെ കര. ജെക്കെ പ്ലീസ് ജെക്കെ, അറ്റ്ലീസ്റ്റ് നീ എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ റീസണെങ്കിലും പറ. അതറിയാനുള്ള അവകാശം എനിക്കില്ലേ? എന്തോന്ന് റീസണോ? അതറിയാനുള്ള അവകാശം നിനക്കുണ്ടല്ലോ. അത് നിനക്ക് വഴിയേ മനസ്സിലാവും. അപ്പോഴേക്കും നീ ചത്തില്ലെങ്കിൽ നിൻ്റെ ഭാഗ്യം. അങ്ങനല്ല,
ഈ ചത്തില്ലെങ്കിൽ നല്ല, നിന്നെ ഞാൻ കൊന്നില്ലെങ്കിൽ. ആ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജെ കെ നിനക്കിത് എന്ത് പറ്റി ജെ കെ? ഇത്രയും ദിവസം ഞാൻ കണ്ട ജെ കെ അല്ല ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് പോയത്. എൻ്റെ ചേട്ടൻ മരിക്കുന്നിട വരെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചേട്ടൻ ജെ കെയുടെ എന്ത് തെറ്റാ ചെയ്തത്? അങ്ങനെയുള്ള ചേട്ടൻ്റെ അടുത്ത് ജെ കെക്ക് എന്ത് പ്രതികാരം ചെയ്യാനുള്ളത്? എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. ഹലോ മിസ്റ്റർ. എന്നെയാണോ? അതെ, നിങ്ങളെ തന്നെയാ. എൻ്റെ ഫ്രണ്ട് എവിടെയാ? എന്തോന്ന്? നിൻ്റെ ഫ്രണ്ടാ? നിൻ്റെ ഫ്രണ്ട് എവിടെ ഉണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ? അത് നിൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. അപ്പം നിനക്കല്ലേ അറിയത്തുള്ളൂ അവൻ എവിടാന്ന്. ചുമ്മാതെ എൻ്റെ അടുത്ത് അടവൊന്നും എടുക്കരുത്. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. തൻ്റെ ആ ചുണ്ട് കുത്തിയ ഫ്രണ്ടില്ലേ, അവൻ എന്തോ ചെയ്തു എൻ്റെ ഫ്രണ്ടിന്? അയ്യോ, അതിന് ചുണ്ട് കുത്തിയെന്നല്ല പറയുന്നത്, പിയേഴ്സിങ്. ആ ടീഴ്സ് എന്ത് കോപ്പെങ്കിലും ആവട്ടെ. തൻ്റെ ഫ്രണ്ട് എവിടാടോ? നിനക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ ഫ്രണ്ടിനെ പറ്റിയാണോ അതോ നിൻ്റെ ഫ്രണ്ടിനെ പറ്റിയാണോ? ഓ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. രണ്ടുപേരും എവിടാ? അവരുടെ രണ്ടുപേരെ മാരേജ് കഴിഞ്ഞു. വാട്ട്, മാരേജ് കഴിഞ്ഞെന്നോ? നിനക്കത് ചെവി കേട്ടൂടെ? കഴിഞ്ഞെന്നാ പറഞ്ഞത്. ബട്ട് അവൻ എന്നെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല, അവൻ കരയുമായിരുന്നു. ഓ, അവൻ കരയുമായിരുന്നോ? പോട്ടാ, അവർ രണ്ടുപേരും ഒളിച്ചോടി പോയാൽ മാരേജ് ചെയ്തത്. അപ്പോൾ അവരുടെ പേരൻസിന് ഓർത്തിട്ട് അവൻ കരയായിരിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? അല്ല, എന്നാലും ഇവിടെയോ ഒരു മിസ്റ്റേക്ക്. ഓ, ഒരു മിസ്റ്റേക്കും ഇല്ല. നീ അവൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അതും ശരിയാ. എന്നാലും എന്നാലും ഇല്ല. നീ ഇപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൂടിയാലോ? ഓടാ ലെവലാതി. എന്നാ പോ ചെല്ലി. എങ്ങനെ പോയാലും നമ്മളെ വലയിൽ തന്നെ വന്ന് വീഴാനുള്ളതല്ലേ. പോ. എന്താ പറഞ്ഞ? ഒന്നുമില്ല. ഉമ്മ പോയിക്കോ.